ഇ.പി. ജയരാജൻ സി.പി.എമ്മിൻ്റെ സമുന്നത നേതാവല്ല എന്നൊരു അഭിപ്രായം ഞങ്ങളാരും പ്രകടിപ്പിച്ചിട്ടില്ല. അദ്ദേഹം കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. ഇനി അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ സി.പി.എമ്മുകാർ ഇപ്പോൾ ഇവിടെ ബി ജയരാജൊക്കെ പറയുന്നത് അദ്ദേഹത്തിൻ്റെ കിളി പോയി എന്ന മട്ടിലാണ്. ഒരുപക്ഷെ ഇനി ആ ഒരു അർത്ഥത്തിൽ ഇ.പി. ജയരാജനെ നമ്മൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ഏതായാലും എം.വി. ഗോവിന്ദനേക്കാൾ എത്രയോ ഭേദമാണ് ഇ.പി. ജയരാജനെന്ന് ഇവരെ രണ്ടുപേരെയും വിലയിരുത്തിയ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകർക്കായാലും ജനാധിപത്യ വിശ്വാസികൾക്കും പൊതുജനത്തിനുമൊക്കെ ബോധ്യമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എം.വി. ഗോവിന്ദൻ്റെയൊക്കെ ഒരു പത്രസമ്മേളനം കണ്ടാൽ ഇത് ഒരു ലോക്കൽ സെക്രട്ടറി ഇതിനേക്കാളൊക്കെ ഭംഗിയായിട്ട് കാര്യങ്ങൾ വിശദീകരിക്കുമല്ലോ എന്നൊക്കെ പല ആളുകളും നമ്മളോടൊക്കെ അഭിപ്രായം പ്രകടിപ്പിച്ചിട്ടുണ്ട്. നമ്മളത് പറയുമ്പോൾ അതൊരു രാഷ്ട്രീയ വിരോധം വെച്ച് പറയുക എന്നുള്ള തരത്തിലെ ആളുകൾ എടുക്കുകയുള്ളൂ. അതുകൊണ്ട് ഇ.പി. ജയരാജൻ ഏതെങ്കിലും ഒരു മോശക്കാരനാണ് എന്ന മട്ടിൽ സി.പി.എം ഒഴിവാക്കിയാൽ അതിലേറെ വലിയ മോശക്കാരാണ് ഇ.പി. ജയരാജനെ പുറത്തു നിർത്തുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഇ.പി. ജയരാജനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ അഭിലാഷോട് സൂചിപ്പിച്ചു, അദ്ദേഹത്തിന് ചില കാപട്യങ്ങളൊക്കെ കൈയടക്കത്തോടെ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ചിന്തകൾക്കും ഇംഗിതത്തിനും അനുസരിച്ചൊന്നും ചെയ്യാൻ ഇ.പി. ജയരാജന് കഴിയാതെ പോകുന്നു. അദ്ദേഹത്തിൻ്റെ നീക്കങ്ങളൊക്കെ പാളിപ്പോകുന്നു. ഇവിടെ ആരിഫ് മുഹമ്മദ് ഖാനുമായിട്ടും ബി.ജെ.പി. കേന്ദ്ര നേതൃത്വവുമായിട്ടൊക്കെ വളരെ മനോഹരമായിട്ട് ഡീലുകൾ ഉറപ്പിക്കുകയും കാര്യങ്ങൾ കൊടുക്കൽ വാങ്ങലുകളൊക്കെ നടത്തുകയും ചെയ്യുന്ന എത്രയോ ഇടനിലക്കാർ പിണറായി വിജയനും ഈ ഇടത് സർക്കാരിനും ഒക്കെ ഉണ്ട്. അവരെയൊന്നും ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല, ആർക്കും അവരെക്കുറിച്ച് യാതൊരു ധാരണയും കിട്ടിയിട്ടില്ല. പക്ഷേ ഇ.പി. ജയരാജൻ ചെയ്ത കാര്യങ്ങളൊക്കെ പരസ്യമാകുന്നു. അദ്ദേഹം രാജീവ് ചന്ദ്രശേഖരനുമായിട്ട് പരസ്യമായിട്ട് ബിസിനസ് തുടരുന്നു. അദ്ദേഹം ജാവ്ദേക്കറുമായിട്ടിരുന്ന് ചായ കുടിക്കുന്നു, രാഷ്ട്രീയം സംസാരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പലപ്പോഴും പൊരുത്തമില്ലാതെ പോകുന്നു. ഇതൊക്കെ വരുമ്പോൾ പിണറായി വിജയൻ അദ്ദേഹം ഒരു ബാധ്യതയാണ് എന്ന് സ്വാഭാവികമായിട്ട് തോന്നി. അത് ഈ സമയത്ത് മാറ്റുമ്പോൾ അതിനകത്ത് വേറെ ചില ശ്രദ്ധ മാറ്റൽ രാഷ്ട്രീയം കൂടെയുണ്ട്. ഇപ്പം സി.പി.എം സമ്പൂർണ്ണമായിട്ട് എല്ലാ നിലക്കും പ്രതിരോധത്തിലായി നിൽക്കുന്നൊരവസരം സി.പി.എമ്മിൻ്റെ ഒരു എം.എൽ.എ തന്നെ പരസ്യമായിട്ട് സി.പി.എമ്മിൻ്റെ പോലീസിലെ വീഴ്ചകളെ കുറിച്ച് പരസ്യമായിട്ട് പറയുന്നു. ബി.ജെ.പിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചു വിടാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പിന്നൊരുക്കങ്ങളും നടത്തിയത് സി.പി.എമ്മിൻ്റെ പോലീസാണ്, ആഭ്യന്തര വകുപ്പിൻ്റെ പോലീസാണ് എന്ന് പറയുന്നു. ഇതൊക്കെ പറയുമ്പോൾ മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിലുള്ള അധിക്ഷേപങ്ങളും മ്ലേച്ഛമായ പദപ്രയോഗങ്ങളും ഒക്കെ സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായി പാറിപ്പറന്ന് നടക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ മുകേഷിൻ്റെ കാര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇ.പി. ജയരാജനെ മാറ്റുന്നൊരു വാർത്ത ഇന്ന് വരുന്നത്. കുറേയൊക്കെ ഇനി ജയരാജനെ ഏതായാലും മാറ്റുന്നു, അത് ഇങ്ങനെയെങ്കിലും ഉപകാരപ്പെടുന്നെങ്കിൽ അതും നടന്നോട്ടെ എന്ന് സി.പി.എമ്മിലെ കുബുദ്ധികൾ ചിന്തിച്ച് കാണും. കാരണം ഇവിടെ ജയരാജൻ പറഞ്ഞതുപോലെ അതിനൊരു തിരുത്ത് ഞാൻ പറയുന്നു. കാരണം 1977 ഉദുമയിൽ കെ.ജി. മാരാർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമ്പോൾ തൊട്ടപ്പുറത്ത് അന്ന് അവിഭക്ത കണ്ണൂർ ജില്ലയാണ്, തൊട്ടപ്പുറത്ത് കൂത്തുപറമ്പിൽ മത്സരിച്ച് ജനസംഘത്തിൻ്റെ പിന്തുണയോടെ ജയിച്ചു വന്ന ആളാണ് പിണറായി വിജയൻ. ഇവരൊക്കെ പരസ്യമായി രാഷ്ട്രീയ സഖ്യങ്ങളും ബാന്ധവങ്ങളും പുലർത്തിയ ആളുകളാണ്. ഇവർ അതിനെ ന്യായീകരിക്കാൻ വേണ്ടി കുറെ ഊഹാപോഹങ്ങളിലേക്കും കെട്ടുകഥകളിലേക്കും ഒക്കെ ഇവർ കടക്കും. അത് അവരുടെ ആത്മരക്ഷാർത്ഥമാണ്.